അല്ലാഹു 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 സല്ലല്ലാഹു അലൈഹി വസല്ലമ تحسنوا إليهن في كسوتهن وطعامهن. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഓ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം നല്ല വസ്ത്രം കൂടി നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ഭാര്യമാരാണ്, എത്രയോ സഹോദരിമാരാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പുതുവസ്ത്രമില്ല, ഒരു വീട്ടിലേക്ക് പരവാസോല് കൂടാൻ, അവരുടെ വീട്ടിലേക്കൊന്ന് പോകാൻ നല്ല ഒരു പുതുവസ്ത്രമില്ല, നല്ല ഭംഗിയുള്ള വസ്ത്രമില്ല, നല്ല മുഞ്ചുള്ള വസ്ത്രമില്ല, തേച്ചു കുളിക്കാൻ നല്ല സോപ്പില്ല, മണസോപ്പില്ലാത്ത അവസ്ഥയല്ലയോ. അലക്കാൻ അവർക്ക്, തുണി തേക്കാനും അവർക്ക് നല്ല ഒരു ജീവിത ചുറ്റുപാടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരുപാട് ആശിച്ചുകൊണ്ടാണ് നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്തിന്റെ തോതനുസരിച്ച് ഭാര്യമാർക്ക്, മക്കൾക്ക് നീ ചെലവഴിക്കട്ടെ. لينفق ذو سعة من سعته وما قدر عليه فلينفق مما آتاه الله لا يكلف الله نفسا إلا سيجعل الله بعد عسر يسرا. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കുകയാണ്, പണമുള്ള ആളുകൾ അവന്റെ പണത്തിന്റെ സ്രോതസ്സനുസരിച്ചുകൊണ്ട് അവന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, കുടുംബാദികൾക്ക്, മക്കൾക്ക് അന്നം കൊടുക്കട്ടെ, അവർക്ക് വസ്ത്രം നൽകട്ടെ. لينفق ذو سعة من سعته وما قدر عليه فلينفق مما آتاه الله. പണമില്ലാത്തതായ ആളുകൾ, കൂലിപ്പണിക്കാരായ സഹോദരങ്ങൾ, അവന്റെ കൂലിപ്പണിയിലൂടെ കിട്ടുന്ന ദൈനംദിന ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന സ്വത്തിൽ നിന്ന് അല്പാൽപമായിട്ട് അവന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ. എത്രയെത്ര ആളുകളാണ് സ്വന്തം വയറ് നിറയ്ക്കാൻ താല്പര്യം വെക്കുന്നവർ, സ്വന്തം കുടുംബത്തെ മറക്കുന്നവർ, സ്വന്തം ഭാര്യയെ മറക്കുന്നവർ, സ്വന്തം ഉമ്മയെ മറക്കുന്നവർ, സ്വന്തം ഉപ്പയെ മറക്കുന്നവർ, സ്വന്തം ബീജത്തിൽ ജനിച്ചതായ മക്കളെ മറക്കുന്നവർ. വൈകുന്നേര സമയമാകുമ്പോ കൂട്ടുകാരും ഒന്നിച്ച് വാഹനത്തിൽ ഏതെങ്കിലും കുഴിമന്തി റെസ്റ്റോറന്റിൽ പോയി സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന സഹോദരാ, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിനക്ക് വേണ്ടി ഭക്ഷണ തളികയുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അതാണ് വ്യക്തമാക്കിയത്. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായ, ലോകം കണ്ട ഏറ്റവും വലിയ മോശപ്പെട്ടവനായ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് ആരെയെന്നറിയണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കഫാ ബിൽ മർഇ ഇസ്മാ അയ്യുളയ്യ മൻ യഖൂത്. കഫാ ബിൽ മർഇ ഇസ്മാ അയ്യുളയ്യ മൻ യഖൂത്. ലോകം കണ്ട ഏറ്റവും മോശപ്പെട്ടവൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കള്ളു കുടിച്ചവനെ പോലെ, വ്യഭിചരിച്ചവനെ പോലെ, ഹറാമാകുന്ന ഭക്ഷണങ്ങൾ ഭുജിച്ചവനെ പോലെ ഒരു വ്യക്തിയായി തീരുമത്രേ. കുറ്റത്തിനാൽ അവൻ മതി, അവൻ ഏറ്റവും വലിയ കുറ്റവാളി അത്രേ. ആരെന്നറിയുമോ? അവൻ ചെലവ് കൊടുക്കേണ്ട പ്രിയപ്പെട്ട മക്കൾക്ക്, അവൻ ചെലവ് കൊടുക്കേണ്ട പ്രിയപ്പെട്ട ഭാര്യ നോക്കാതെ, കുടുംബാദികളെ നോക്കാതെ, സ്വന്തം ഭാര്യ മറന്നിട്ട് അവരുടെ സൗന്ദര്യം കുറയുമ്പോ അന്യ സ്ത്രീകളെ തേടിക്കൊണ്ട് പോകുന്ന സഹോദര, അന്യ സ്ത്രീകളുമായിട്ട് ശയ്യവലംബിക്കാൻ താല്പര്യം വെക്കുന്ന സഹോദര, കഫാ
ബിൽമർഇ ഇസ്മാ. അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടി, അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെന്ന് വിനീതനറിയാം. അതുകൊണ്ട് കുമ്മനം ഉസ്താദ് നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങളുടെ ഭാര്യമാരെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾ റിയാൽ സ്വന്തം മുടക്കിയിട്ടാണെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുമായിട്ടുള്ള വൈകാരിക തലം പരിഗണിക്കണേ, പരിഗണിക്കണേ. ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നുണ്ടാകും, അമ്പരച്ചുംബികളായ മണിമേടുകൾ വെച്ച് കൊടുക്കുന്നുണ്ടാകും, സുന്ദരമായ ജീവിതം നിങ്ങൾ ആറാടുന്നുണ്ടാവും, മക്കൾക്ക് സുഭിക്ഷമാകുന്ന പഠിപ്പിനുള്ള വിദ്യാഭ്യാസത്തിന് ഉതകുന്നതെല്ലാം കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അത് മാത്രം പോരാ, അത് മാത്രം പോരാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വൈകാരിക തലം കൂടി നീ പരിഗണിക്കണേ, പരിഗണിക്കണേ. വർഷത്തിൽ ഒരിക്കൽ സൗദിയിലുള്ളവനോ ലണ്ടനിലുള്ളവനോ ഒമാനിലുള്ളവരാകട്ടെ, യുഎഇയിലുള്ളവരാകട്ടെ, ഖത്തറിലുള്ളവരാകട്ടെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വൈകാരിക തലം പരിഗണിക്കണേ, പരിഗണിക്കണേ. ഉസ്താദേ, ഞങ്ങളുടെ കുടുംബത്തിന് അന്നം തേടി പുറപ്പെട്ടതാണ്, അതുകൊണ്ട് 5 വർഷം കൂടുമ്പോഴേ വരാൻ പറ്റൂ. പറ്റൂല. ഇസ്ലാം മതം നിഷ്കർഷിക്കുന്നത് 4 മാസമാ, 4 മാസമാ. എന്നാൽ ആ 4 മാസമല്ല, 5 മാസമല്ല, 6 മാസമല്ല, 7 അല്ല, 12 മാസം നീ തികച്ചാലും നിരന്തരമായി അവളുമായി ഫോണിലൂടെ ബന്ധം എപ്പോഴും ഉണ്ടാവണേ. അത് നിന്റെ ഭാര്യയുമായിട്ടുള്ള സ്നേഹം അദമ്യമാക്കാൻ ഉപകരിക്കുമേ. നീ വൈവാഹിക ജീവിതത്തിലേക്ക് നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് പിന്നെ അവളുമായി വിളിയില്ല, അവളുമായി സംസാരമില്ല, നിനക്കിഷ്ടപ്പെട്ട രീതിയിൽ നീ നടക്കുകയാണെങ്കിൽ പൊന്നുമോനെ, ഈ കാലം നശിച്ചതാണ്. ഈ കാലം തന്നെയാണ് സാക്ഷ്യം, നിന്റെ ഭാര്യ മോശപ്പെട്ടതാകുമേ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. കഴുകന്മാര് ചുറ്റുമുണ്ടേ, മോശപ്പെട്ട പ്രവണതകളുമായി, മോശപ്പെട്ടതാകുന്ന ഫിലിമുകളുമായി, വാട്സാപ്പും പ്രോക്രയും ഫേസ്ബുക്കും ഒക്കെ വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വല്ലാതെ കടന്നുകൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കൊച്ചു കുട്ടികളുടെ കൈകളിൽ പോലും മൊബൈൽ ഫോണിന്റെ തരംഗം വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വൈവാഹിക ജീവിതം കഴിയുന്ന പെൺകുട്ടികൾ പോലും ടാബ് സ്വന്തമാക്കാൻ താല്പര്യം വെക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണേ, ചിന്തിക്കണേ. നിസാര വിഷയമല്ല, നിസാര വിഷയമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറന്നിട്ട് നിനക്ക് ജന്മം നൽകിയ, നീ ജന്മം കൊടുത്തതായ നിന്റെ പ്രിയപ്പെട്ട മക്കളെ മറന്നിട്ട് നിനക്ക് ജന്മം നൽകിയതായ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറന്നിട്ട് വനമുകളിൽ സന്യസിക്കാൻ പോയാലും, അത് ഏർവാടി ദർഗയിൽ പോയിരുന്നാലും, അത് ഭീമാപ്പള്ളി ഉറൂസിന് മാമാങ്കത്തിന് പോയാലും, പൊന്നുമോനെ, പൊന്നുമോനെ, അല്ലാഹു നിന്റെ അമലുകളെ സ്വീകരിക്കൂല. ആ അമലുകൾ മുഴുവനും ഖബറടക്കുമേ. അല്ലാഹുവിന് അത്തരത്തിലുള്ള അമലുകൾ വേണ്ട. ഏറ്റവും വലിയ അമല് നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധമാ. നിന്റെ ഭാര്യയുമായിട്ട് നീ ശയ്യ അവലംബിക്കുമ്പോ അവളുമായിട്ട് വൈകാരികമാകുന്ന രതിമൂർച്ചയും രതിക്രീഡയിലും നീ ഏർപ്പെടുന്നതിൽ പോലും നിനക്ക് കൂലിയുണ്ട്, നിനക്ക് സദഖയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കഫാ ബിൽമറി സമാ അയ്യുളയ്യ മയ്യഖൂ. ചെലവ് കൊടുക്കേണ്ട മക്കളെ മറന്നിട്ട്, ചെലവ് കൊടുക്കേണ്ട മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ രോഗത്തിനടിമപ്പെടുമ്പോ ആ പാവപ്പെട്ട വാപ്പയെ മറന്നിട്ട് അദ്ദേഹത്തിന് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കാതെ നിന്റെ ഭാര്യ മാത്രം നീ സുഖിപ്പിക്കുകയാണെങ്കിൽ പൊന്നുമോനെ, പൊന്നുമോനെ, നീ ലോകം കണ്ട തെമ്മാടിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ്. നീയാണ് കള്ളു കുടിച്ചവനെ പോലെ, വ്യഭിചരിച്ചവനെ പോലെ മോശം പ്രവർത്തിച്ചവനാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിസാര വിഷയമല്ല. കുടുംബ ബന്ധം ശൈഥില്യപ്പെടാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വൈകാരിക തലം എന്ന് പറയുന്നത് നിസാര വിഷയമല്ലല്ലോ. ഹൗലത്ത് ബീവി റളിയല്ലാഹു അൻഹ. ആരാ ഹൗലത്ത് ബീവി? ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ. റസൂലുള്ളാഹി
റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അനുചരൻ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ ഭാര്യയാണ് ഖൗലത്ത് ബീവി. ഖൗലത്ത് ബീബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. വഹിയ തസ്തകീ അൻ സൗജിഹാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് ഖൗലത്ത് ബീബി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വരുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ആവശ്യം? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ വൈകാരിക തലം പരിഗണിക്കുന്നതേയില്ല, എന്നെ പരിഗണിക്കുന്നതേയില്ല. എപ്പോഴും ആരാധനയിലാണ്, എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ അദ്ദേഹം മുറിഞ്ഞ ആരാധനയാണ്. പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ തന്നെയാണ്, സുജൂദിലാണ്. എപ്പോഴും നിസ്കാരം ഇബാദത്തും. പള്ളി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വീട്ടിലേക്ക് വരിക, അല്പം ഒന്ന് ഉറങ്ങുക, പിന്നെ നേരം വിളിക്കും, രാവിലെ പള്ളിയിലേക്ക് തന്നെ തഹജ്ജുദിനും വീണ്ടും പോകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. ഒരു പെണ്ണ് വന്നുകൊണ്ട് പരാതി പറയുന്നു റസൂലുള്ളാഹിയുടെ അടുക്കൽ. ഖൗലത്ത് ബീവി വന്നുകൊണ്ട് പരാതി പറയുന്നു, നബിയേ നബിയേ, സ്വഹാബി വര്യനായ അവിടുത്തെ അനുയായി എന്നെ പരിഗണിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഭാര്യമാർ എത്രത്തോളം ശ്രദ്ധിക്കണം, എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പരാതി പറയാൻ റസൂലുള്ളാഹി ഉള്ളതുകൊണ്ട് കണക്കായി പോയി. അതുകൊണ്ട് വന്ന് പരാതി പറയുകയാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ. റസൂലുള്ളാഹിന്റെ അടുത്ത് കാര്യമായിട്ട് പറയാലോ, കുഴപ്പമില്ല. അള്ളാഹിന്റെ റസൂൽ ഒന്ന് ഉപദേശിക്കണം എന്റെ ഭർത്താവിനെ, അദ്ദേഹം കറക്റ്റായിട്ട് എന്നെ പരിഗണിക്കുന്നില്ല. കാരണം ഒരു പെണ്ണിന് എത്രമാത്രം ക്ഷമിച്ചിരിക്കാൻ പറ്റും? വൈവാഹിക ജീവിതത്തിൽ കടന്നു വരുന്ന പെണ്ണിന് ഒരുപാട് ആശയുണ്ടാവും, ഒരുപാട് താല്പര്യം ഉണ്ടാവും. ആ ആശങ്കയ്ക്ക് വഴകയാക്കിയിട്ട് മാറുമ്പോ അവളുടെ ജീവിതവും താറുമാറാവും, അവൾ പല രീതിക്കും ചിന്തിക്കും. പെണ്ണ് അങ്ങനെയൊന്നും മുതിരുന്നില്ല, നല്ല ബീവിയാ. ഒരു കടന്നു വന്നോട് റസൂലുള്ളാഹിനോട് പരാതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ വിളിച്ചു വരുത്തി. സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ ഇബ്നു മദ്ഊനിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ രണ്ടും കുഴിഞ്ഞു നിൽക്കുക, ഉള്ളിലേക്ക് തള്ളിയിരിക്കുക. എന്താ കാര്യം? അദ്ദേഹം ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങാനും കൊണ്ട് കിടക്കും, പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒന്നുമെടുത്ത് വീണ്ടും നിസ്കരിക്കാൻ നിൽക്കും. രാത്രി മുഴുവൻ നമസ്കാരം, പകല് മുഴുവൻ നോമ്പ്, ഒരൊറ്റ ദിവസം മുടങ്ങാതെ നോമ്പ്. എല്ലാ ദിവസവും നോമ്പ്. റമദാനിന്റെ കാര്യമല്ല ഈ പറയുന്ന, റമദാൻ അല്ലാത്തപ്പോഴുള്ള അവസ്ഥയാണ്. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നമസ്കാരവും. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ക്ഷീണിച്ചു, കണ്ണുകൾ മുഴുവൻ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരു കോലം, വല്ലാത്തൊരു രൂപം. അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടിട്ട് ഗൗരവത്തോടുകൂടി ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പകല് മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ ഇബാദത്തുമാണെങ്കിൽ കൈ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങൾക്ക് സ്വർഗമാണെന്നല്ലേ റസൂലുള്ളാഹി പറയേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാരെ പഠിക്കുന്നത്. നമ്മളങ്ങനെ നമസ്കാരം ഇബാദത്തുമായിട്ടൊന്നുമല്ല പോകുന്നത്. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ വാട്സാപ്പ്. പാതിരാത്രി സമയത്ത് റൂമിലെത്തിയാലും നമ്മളെന്താണ്, മൊബൈൽ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക, നമ്മൾ വാട്സാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഭാര്യ തൊട്ടപ്പുറത്തുണ്ട്, അവർക്ക് പറയാൻ പേടിയായിട്ട് അവൾ മിണ്ടുന്നില്ല. നമ്മളെപ്പോഴും വാട്സാപ്പിൽ ഇരിക്കാം. 3 മണിക്കൂർ വാട്സാപ്പായിട്ടിരിക്കും. 4ാമത്തെ മണിക്കൂർ അങ്ങോട്ട് നോക്കുമ്പോൾ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പരിപാടി ഞാൻ ഈ പറയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിന്തിക്കുന്നില്ല, പല ആളുകളും അത് ശ്രദ്ധിക്കുന്നുമില്ല. എപ്പോഴും ഭാര്യയ്ക്ക് നമ്മളോട് അവളുടെ ആവശ്യം പറയൽ അവൾക്ക് ചിലപ്പോൾ നാണമുണ്ടാവും. അതൊരു പക്ഷേ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് പുരുഷനെ സംബന്ധിച്ച് ഇതൊരു നിസ്സാര വിഷയമല്ല ഈ പറയുന്നത്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ശൈഥില്യമുണ്ടാകാൻ ഏറ്റവും കൂടുതൽ കാരണം ഇത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനോട് പറഞ്ഞു അത്രേ, യാ ഉസ്മാൻ വഇന്ന ലിഐനിക അലൈക ഹഖാ വഇന്ന ലിജസദിക അലൈക ഹഖാ വഇന്ന ലിസൗജതിക അലൈക ഹഖാ. ഉസ്മാനേ, ഉസ്മാനേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ശരീരം ഇങ്ങനെ ക്ഷീണിപ്പിക്കല്ല, നിന്റെ ശരീരം ഇങ്ങനെ ക്ഷയിപ്പിക്കല്ല. പാതിരാത്രി സമയം മുഴുവൻ നമസ്കരിച്ച് പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ നീ കഴിയരുത് ഉസ്മാനേ. ഇത് ഇസ്ലാമികമാകുന്ന പ്രവർത്തനമല്ല. വഇന്ന ലിഐനിക അലൈക ഹഖാ,
നിന്റെ കണ്ണുകൾക്ക് മേൽ നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ശരീരത്തിന്റെ അവയവമാണ് കണ്ണ്. ആ കണ്ണുകളെ ഉറക്കമൊഴിച്ചുകൊണ്ട് ശയിപ്പിക്കരുതേ. ആ കണ്ണുകൾ ഉള്ളിലേക്ക് വല്ലാതെ കുഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിന് ഉറക്കം കൊടുക്കണേ, ശരീരത്തിന്റെ ക്ഷീണം മാറ്റണേ. കണ്ണിനോട് പ്രത്യേകമായിട്ട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ശരീരത്തിന് പ്രത്യേകമായിട്ട് നിനക്ക് ബാധ്യതയുണ്ടോ സമാൻ. പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിന്റെ ശരീരത്തെ നീ ക്ഷീണിപ്പിക്കരുതേ. പാതിരാത്രി മുഴുവനും നമസ്കരിച്ചുകൊണ്ട് നിന്റെ കണ്ണുകളെ നീ ശയിപ്പിക്കരുതേ. ഇക്കാലഘട്ടത്തിലേക്ക് നോക്കി പറയുകയാണെങ്കിൽ പാതിരാത്രി സമയം അത്രയും വാട്സാപ്പിലും ഫേസ്ബുക്കിലും നോക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ കുറക്കമൊഴിച്ചുകൊണ്ട് കണ്ണുകളെ നീ ശയിപ്പിക്കരുതേ. പകല് മുഴുവനും കള്ളുകുടിച്ചും മോശത്തരം പ്രവർത്തിച്ചും അനാവശ്യ സംസാരങ്ങളും ഏർപ്പെട്ടുകൊണ്ട് നിന്റെ ശരീരം നീ ഇല്ലായ്മ ചെയ്യരുതേ. പീടി വലിച്ചു ശരീരം നശിപ്പിക്കരുതേ. നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ടോ സമാൻ. അല്ലാഹുവിന്റെ റസൂല് നിർത്തുന്നില്ല. റസൂലുള്ള പൂരിപ്പിക്കുന്നത് അവസാനമായി പറയുന്നത് വഇന്നലി സൗജതിക അലൈക ഹഖാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ടോ സമാൻ. നിനക്ക് ബാധ്യതയുണ്ടോ സമാൻ. അവരുടെ വൈകാരിക തലത്തെ നീ പരിഗണിക്കണേ ഉസ്മാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ നോമ്പ് പിടിച്ചോ, പക്ഷേ ഒന്നരാടമാകണേ. ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് അടുത്ത ദിവസം നോമ്പനുഷ്ഠിക്കാതിരിക്കണേ. അത് ദാവൂദ് നബിയുടെ നോമ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാത്രിയെ നീ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണേ. ഒരു സമയം അല്ലാഹുവിനെ ആരാധിക്കാനും ഒരു സമയം നിന്റെ ആരാധന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു സമയം നിനക്കിഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മറ്റൊരു സമയം നിനക്ക് ഉറങ്ങാനും വേണ്ടി മൂന്നായിട്ട് രാത്രിയെ പോലും ഡിവൈഡ് ചെയ്യണേ. രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നമസ്കരിക്കുന്നത് നല്ലതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അമിതം നമ്മൾ കാണിക്കാൻ പാടില്ല. അമിതവയം എന്ന് പറയുന്നത് അത് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ആലങ്കാരികമാകുന്ന ജീവിതമാകുന്ന ചുറ്റുപാടിലോ മാത്രമല്ല, ഇബാദത്തിൽ പോലും അമിതം കാണിക്കാൻ പാടില്ല. അങ്ങനെയാണ് തദ്ബീർ എന്ന് പറയുന്നത്. ഇബാദത്തിൽ പോലും അമിതമാകാൻ പാടില്ല. ഇബാദത്തിൽ പോലും കണിശത വേണം. ഓവറായിട്ട് അങ്ങോട്ട് ആക്ടി കാണിച്ച് നിസ്കരിക്കുക, ഓവറായിട്ട് നോമ്പ് പിടിച്ച് ഡെയിലി നോമ്പ് പിടിച്ചിട്ട് അങ്ങോട്ട് ശൈലി ക്ഷീണിപ്പിക്കുക, സൂഫിയാന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക, അതൊന്നും ഇസ്ലാം പെട്ടതല്ല. അതാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. നിനക്ക് എല്ലാ ദിവസവും നോമ്പ് പിടിക്കണമെന്ന് ആശ, അത് പറ്റൂല. ഒന്നരാടം പിടിച്ചോ. ഒരു ദിവസം നോമ്പ് പിടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നോമ്പ് പിടിക്കരുത്. അതിനടുത്ത ദിവസം നോമ്പ് മുറിക്കുകയാണെങ്കിൽ പിറ്റത്തെ ദിവസം നോമ്പ് നീ പിടിക്കുക. അങ്ങനെ നീ പിടിക്കുക. രാത്രി മുഴുവനും നമസ്കരിക്കുന്നത് ഇസ്ലാമികമല്ല. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം കല്യാണം കഴിഞ്ഞവർക്ക് ബാധ്യതയുണ്ട്. കല്യാണം കഴിയാത്തവർക്കൊക്കെ അവർ നമസ്കാരം ഇബാദത്ത് വയ്ക്കോ. നീ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ നിന്റെ കൂടെ ഒരു പെണ്ണുകൂടി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിന്നെ പ്രതീക്ഷ വെച്ചുകൊണ്ടൊരു പെണ്ണുകൂടി കടപ്പറയിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിന്റെ മനസ്സിലുണ്ടാകട്ടെ. അതനുസരിച്ച് നീ പ്രവർത്തിക്കണം. അല്ലാതെ കല്യാണം കഴിക്കാനാത്തൊരു അവൻ ഇബാദത്ത് ചെയ്യുന്നതിന് ഇവിടെ ആർക്കും എതിർപ്പില്ല. അവൻ ഇബാദത്തുമായിട്ട് കഴിഞ്ഞ് എന്നെ വെക്കോട്ടെ. അവൻ കാലിച്ചാനടുക്കൽ ജമാഅത്തിൽ വന്നുകൊണ്ട് രാത്രി മുഴുവൻ നിസ്കരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. വൈവാഹിക ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൂടി നീ കൂട്ടിക്കൊണ്ടുവന്നാൽ നിനക്കൊരുപാട് ബാധ്യതകളായി, ഉത്തരവാദിത്തങ്ങളായി. അതിന് മക്കളും കൂടെ ആയാൽ ഉത്തരവാദിത്വം ഇരട്ടിയായി. അത് നീ പാലിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നീ അതിലൊന്നും തുനിയണ്ട. മാറി നിന്നോ. നീ അതിൽ മാറി നിൽക്കുക. നീ അതിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. കണിശമായ രീതിയിൽ ആ ബാധ്യതകളൊക്കെ നീ പരിഗണിക്കണം. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله عليه وسلم